ഓക്കെ, നമ്മൾ ഇനി നെക്സ്റ്റ് പഠിക്കുന്ന ടോപ്പിക്ക് നമ്മൾ ഇത്രയും നേരം പഠിച്ചത് BPT തിയറം, അത് വെച്ചുള്ള അതിന്റെ കോൺവേഴ്സ് വെച്ചുള്ള പ്രോബ്ലംസ് ഒക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അല്ലെ. പിന്നെ ഇനി നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത് ഏരിയ ഓഫ് സിമിലർ ട്രയാങ്കിൾസ്, അതായത് രണ്ട് സിമിലർ ട്രയാങ്കിൾസിന്റെ ഏരിയയുടെ പ്രത്യേകത എന്താണ് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ അതിനായിട്ട് നമ്മൾ അടുത്ത തിയറത്തിലേക്ക് പോവുകയാണ്. തിയറം 6.6. ഓക്കെ, തിയറം ഇതാണ്. The ratio of areas of two similar triangles is equal to, അതായത് രണ്ട് സിമിലർ ട്രയാങ്കിൾസിന്റെ ഏരിയയുടെ റേഷ്യോ എന്ന് പറയുന്നത്, അതായത് രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെങ്കിൽ അതിന്റെ ഏരിയയുടെ റേഷ്യോ എന്ന് പറയുന്നത് സ്ക്വയർ ഓഫ് ദ റേഷ്യോ ഓഫ് ദർ കറസ്പോണ്ടിങ് സൈഡ്സ്. അതായത് ആ രണ്ട് സിമിലർ ട്രയാങ്കിൾസിന്റെ ഏരിയയുടെ റേഷ്യോ ഈക്വൽസ്, അതായത് കറസ്പോണ്ടിങ് ആയിട്ട് സൈഡ്സിന്റെ സ്ക്വയർ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആണ്, അതിന്റെ ഏരിയാസ് സെയിം ആണ്, അതിന്റെ റേഷ്യോ എടുക്കുമ്പം അതിന്റെ കറസ്പോണ്ടിങ് സൈഡ്സിന്റെ സ്ക്വയറിന് ഈക്വൽ ആണെന്നാണ് നമ്മളുടെ അടുത്ത് പറയുന്നത്. ഓക്കെ, ഇവിടെ ഇപ്പൊ രണ്ട് ട്രയാങ്കിൾസ്, ട്രയാങ്കിൾ ABCയും ട്രയാങ്കിൾ PQRും വെച്ച് പറയുകയാണെങ്കിൽ ഇതിന്റെ രണ്ടിന്റെയും ഏരിയയുടെ റേഷ്യോ നമ്മൾ പറയുന്നത് ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC ബൈ ഏരിയ ഓഫ് ട്രയാങ്കിൾ PQR എന്നാണ് പറയുന്നത്. അത് ഈക്വൽസ് കറസ്പോണ്ടിങ് സൈഡ്സ്. ഇപ്പൊ ABയും PQയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈഡ്സ് ആണ്. അപ്പം AB ബൈ PQ ദ ഹോൾ സ്ക്വയർ, അല്ലെങ്കിൽ AB സ്ക്വയർ ബൈ PQ സ്ക്വയർ ആയിരിക്കും ഈ ഏരിയയുടെ റേഷ്യോ. അതുപോലെ തന്നെ ഓരോന്നും BC സ്ക്വയർ ബൈ QR സ്ക്വയർ എന്ന് പറയാം, AC സ്ക്വയർ ബൈ PR സ്ക്വയർ എന്നും പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങളിത് പ്രൂഫ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആകും എന്താണെന്നുള്ളത്. ഓക്കെ, അതായത് രണ്ട് സിമിലർ ട്രയാങ്കിൾസിന്റെ ഏരിയയുടെ റേഷ്യോ എന്ന് പറയുന്നത് അതിന്റെ കറസ്പോണ്ടിങ് സൈഡ്സിന്റെ സ്ക്വയറിന് ഈക്വൽ ആണ് എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യാനായിട്ട് പോകുന്നത്. അതാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ്. ഇത് വെച്ച് നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ ചോദിക്കാം. അപ്പൊ തിയറം നന്നായിട്ട് വൃത്തിയായിട്ട് മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനകത്ത് തന്നിട്ടുണ്ട് രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആണെന്ന് തന്നിട്ടുണ്ട് അല്ലെ. നമ്മളിപ്പോ രണ്ട് സിമിലർ ട്രയാങ്കിൾസ് എടുത്തു, ട്രയാങ്കിൾ ABCയും ട്രയാങ്കിൾ PQRും. അപ്പൊ നമുക്ക് ഗിവൺ എഴുതാം. ഗിവൺ triangle ABC similar to triangle PQR. Given triangle ABC similar to triangle PQR എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ടുള്ളത് ടു പ്രൂവ്. എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ഈ രണ്ട് സിമിലർ ട്രയാങ്കിൾസിന്റെ ഏരിയയുടെ റേഷ്യോ നമുക്ക് എഴുതാം. ഏരിയ ഓഫ് triangle ABC by area of triangle PQR എന്ന് പറയുന്നത് ഇതിന്റെ കറസ്പോണ്ടിങ് സൈഡ്സിന്റെ സ്ക്വയറിന്റെ റേഷ്യോ. കറസ്പോണ്ടിങ് സൈഡ് ഇപ്പൊ എടുക്കുവാണെങ്കിൽ AB PQ എടുക്കുവാണെങ്കിൽ നമുക്കത് എഴുതാം AB by PQ the whole square ആണ് ഈക്വൽ ടു BC by QR the whole square ആണ്. അതുപോലെ PR by AC the whole square ആണ്. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് ഉള്ളത്. അതായത് ഇതിന്റെ ഏരിയയുടെ, ഈ രണ്ട് ട്രയാങ്കിൾസിന്റെ ഏരിയയുടെ റേഷ്യോ എന്ന് പറയുന്നത് ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് കിടക്കുന്ന സൈഡ്സിന്റെ സ്ക്വയറിന്റെ റേഷ്യോയ്ക്ക് സെയിം ആണ്. അതായത് AB by PQ the whole square, BC by QR the whole square, PR by AC the whole square എന്ന് എഴുതാം. സോറി, ഇവിടെ നമുക്ക് തിരിഞ്ഞു പോയി. AC by PR the whole square എന്ന് എഴുതാം. ഓക്കെ, ക്ലിയർ ആയാലും ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് ഉള്ളത്. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഒരു കൺസ്ട്രക്ഷൻ നടത്തണം. അതായത് എയിൽ നിന്ന് എനിക്കൊരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കണം. അതുപോലെ Pയിൽ നിന്നും ഒരു പെർപെൻഡിക്കുലർ ലൈൻ ഞാൻ വരയ്ക്കുന്നുണ്ട്. ഓൾട്ടിറ്റ്യൂഡ്സ് ആണ് വരയ്ക്കുന്നത്. അപ്പൊ അത് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് എഴുതണം അല്ലെ. നമ്മൾ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളത് എഴുതാറുണ്ട്. സോ വി ഹാവ് ടു റൈറ്റ് ദ കൺസ്ട്രക്ഷൻ. ഡ്രോ ഓൾട്ടിറ്റ്യൂഡ്സ്. നമ്മൾ രണ്ട് ഓൾട്ടിറ്റ്യൂഡ്സ് വരയ്ക്കുകയാണ്. ഓൾട്ടിറ്റ്യൂഡ്സ് AM ആൻഡ് PN. AMഉം PNഉം വരയ്ക്കുന്നു. AM എന്ന് പറയുന്നത് BCക്ക് പെർപെൻഡിക്കുലർ ആണ്. PM എന്ന് പറയുന്നത് QRന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ വരയ്ക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പൊ ഞാൻ വരയ്ക്കാൻ പോവുകയാണ്. എയിൽ നിന്ന്
ഓൾട്ടിറ്റ്യൂഡ് വരച്ചു AM, P-യിൽ നിന്ന് വരച്ചു ഒരു ഓൾട്ടിറ്റ്യൂഡ് PN ഞാൻ കൺസ്ട്രക്ട് ചെയ്തു. ഓക്കെ, ഇത്രയും ക്ലിയർ ആണല്ലോ ഇത്രയും കാര്യങ്ങൾ. ഇനി നമുക്ക് പ്രൂഫിലേക്ക് പോകാം. പ്രൂഫ് നമ്മൾ ചെയ്യാൻ പോവുകയാണ്. നമുക്ക് ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നത് ട്രയാങ്കിൾ ABCDയുടെയും PQRന്റെയും ഏരിയ ആണ് അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം ഇവിടെ ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC എന്താണെന്ന് നോക്കിക്കേ. എങ്ങനെയാണ് നമ്മൾ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുക? യെസ്, ഹാഫ് BH ആണ് അല്ലെ. അപ്പൊ ഈ ABC നോക്കിക്കേ, ABCയില് ഹാഫ് ഇൻറ്റു B എന്ന് പറഞ്ഞാൽ എന്താണ്? BC ഇൻറ്റു H എന്ന് പറഞ്ഞാല് AM ആണ്. അപ്പം ട്രയാങ്കിൾ ABCയുടെ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു BC ഇൻറ്റു AM എന്ന് എഴുതാം അല്ലെ. ഇനി ട്രയാങ്കിൾ PQRന്റെ ഏരിയ എഴുതാം. ഏരിയ ഓഫ് ട്രയാങ്കിൾ PQRന്റെ ഏരിയ എന്ന് പറയുമ്പം ഹാഫ് ഇൻറ്റു QR ഇൻറ്റു PN എന്ന് എഴുതാം. അപ്പൊ ഹാഫ് ഇൻറ്റു QR ഇൻറ്റു PN എന്ന് നമുക്ക് കിട്ടി. ഇനി നമ്മൾ ഇതിന്റെ റേഷ്യോ കണ്ടുപിടിക്കാൻ പോവുകയാണ് അല്ലെ. നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നത് റേഷ്യോയാണ്. അപ്പം ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC ബൈ ഏരിയ ഓഫ് ട്രയാങ്കിൾ PQR ഈക്വൽ ടു ഹാഫ് ഇൻറ്റു BC ഇൻറ്റു AM ബൈ ഹാഫ് ഇൻറ്റു QR ഇൻറ്റു PN എന്ന് നമ്മൾ എഴുതി. ഓക്കെ, ഇവിടെ നമുക്ക് ഹാഫും ഹാഫും ക്യാൻസൽ ആക്കാം അല്ലെ. ഹാഫും ഹാഫും പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിടക്കുന്നത് BC ബൈ QR ഇൻറ്റു AM ബൈ PN എന്നാണ് നമുക്കിവിടെ കിട്ടിയേക്കുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയല്ലോ. അപ്പൊ നമ്മൾ ഈ രണ്ട് ട്രയാങ്കിൾസ് എടുത്തു. ആ രണ്ട് ട്രയാങ്കിൾസിന്റെ ഏരിയയും എഴുതി, അതിന്റെ റേഷ്യോയും നമ്മൾ കണ്ടുപിടിച്ചു. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഓക്കെ, ക്ലിയർ ആയാലോ ഇത്രയും കാര്യങ്ങൾ. ഇനി നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോവുകയാണ്. ഇനി നമുക്ക് അവിടെ അടുത്ത് നമ്മൾ രണ്ട് ട്രയാങ്കിൾ, നമുക്കറിയാം ഈ രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആണെന്ന് നമുക്കറിയാം അല്ലെ. ABCയും PQRും സിമിലർ ആയതുകൊണ്ട് ഇതിന്റെ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണ്. അതുപോലെ ഇതിന്റെ കറസ്പോണ്ടിങ് സൈഡ്സും ഈക്വൽ ആണ് നമുക്കറിയാം അല്ലെ. രണ്ട് സിമിലർ ട്രയാങ്കിൾസിന്റെ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണ്. കറസ്പോണ്ടിങ് സൈഡ്സിന്റെ റേഷ്യോ സെയിം ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈക്വൽ അല്ല, റേഷ്യോ സെയിം ആണ് അല്ലെ. അപ്പൊ നോക്കിക്കേ, അപ്പൊ നമുക്ക് ഇതിന്റെ ഈ രണ്ട് ട്രയാങ്കിൾസിന്റെ നമുക്കൊന്ന് എഴുതാം. ട്രയാങ്കിൾ ABC സിമിലർ ടു ട്രയാങ്കിൾ PQR ആണ് അല്ലെ. ഇവിടെ നമുക്ക് ട്രയാങ്കിൾ ABC സിമിലർ ടു ട്രയാങ്കിൾ PQR ആണ്. അതുകൊണ്ട് നമുക്ക് ഇതിന്റെ ആംഗിൾസ് സെയിം ആണ്. അപ്പൊ ആംഗിൾ A ഈക്വൽ ടു ആംഗിൾ P, ആംഗിൾ B ഈക്വൽ ടു ആംഗിൾ Q, ആംഗിൾ C ഈക്വൽ ടു ആംഗിൾ R എന്ന് എഴുതാം. കാരണം ഇത് സിമിലർ ആയതുകൊണ്ട് ഇതിന്റെ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണ്. അതോടൊപ്പം ഇതിന്റെ കറസ്പോണ്ടിങ് സൈഡ്സും പ്രപ്പോർഷൻ ആണ്, സൈഡ്സിന്റെ റേഷ്യോ അല്ലെ. അതായത് AB ബൈ PQ ഈക്വൽ ടു BC ബൈ QR ഈക്വൽ ടു AC ബൈ PR. അപ്പം ഈ ഒരു സിമിലാരിറ്റി കണ്ടീഷൻ വെച്ച് നമുക്ക് ഇതിന്റെ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണെന്ന് എഴുതി. അതോടൊപ്പം ഇതിന്റെ കറസ്പോണ്ടിങ് സൈഡ്സിന്റെ റേഷ്യോ പ്രൊപ്പോർഷൻ ആണെന്ന് നമ്മൾ എഴുതി. ഓക്കെ, ഇനി നോക്കിയേ, ഇനി ഞാൻ എടുക്കുകയാണ് ഈ ട്രയാങ്കിൾ ABM-ഉം PQN-ഉം എടുത്തു. ABM-ഉം PQN എന്ന് പറയുന്ന രണ്ട് ട്രയാങ്കിൾസ് ഞാൻ ഇവിടെ എടുത്തു. ഓക്കെ, ഇവിടെ Bയും Qവും ഈക്വൽ ആണ്. അതുപോലെ M-ഉം N-ഉം ഈക്വൽ ആണ് അല്ലെ. രണ്ടുപേരും 90 ഡിഗ്രി ആണ് നമ്മൾ ഓൾട്ടിറ്റ്യൂഡ് വരയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുക. അപ്പൊ ഇവിടെ Bയും Qവും ഈക്വൽ ആണ്, M-ഉം N-ഉം ഈക്വൽ ആയതുകൊണ്ട് ഈ ട്രയാങ്കിൾ ABM-ഉം PQN-ഉം എന്താന്ന് നമുക്ക് പറയാം? യെസ്, അത് രണ്ടും സിമിലർ ആണ് അല്ലെ. അപ്പൊ ഞാൻ കൺസിഡർ ചെയ്യുകയാണ് അടുത്തത് ട്രയാങ്കിൾ ABM-ഉം ട്രയാങ്കിൾ PQN-ഉം ഞാൻ എടുക്കാൻ പോവുകയാണ്. ഓക്കെ, കൺസിഡർ ട്രയാങ്കിൾ ABM ആൻഡ് ട്രയാങ്കിൾ PQN. ട്രയാങ്കിൾ ABM-ഉം ട്രയാങ്കിൾ PQN-ഉം ഞാൻ കൺസിഡർ ചെയ്തു. അവിടെ ആംഗിൾ ABM-ഉം ആംഗിൾ PQN-ഉം സെയിം ആണ്. കാരണം Bയും Qവും നമ്മൾ എഴുതിയിട്ടുണ്ട്, ആംഗിൾ Bയും ആംഗിൾ Qവും ഈക്വൽ ആണ്. അതുപോലെ AM Bയും PNQവും 90 ഡിഗ്രി ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് അതും ഈക്വൽ ആണെന്ന് പറഞ്ഞ് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ആംഗിൾ ABM ഈക്വൽ ടു ആംഗിൾ PQN എന്ന് എഴുതാം. അതോടൊപ്പം ആംഗിൾ AMB ഈക്വൽ ടു ആംഗിൾ PNQ എന്ന് എഴുതാം. കാരണം ഇത് 90 ഡിഗ്രി ആണ്. ഇത് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട്, രണ്ടും ഈക്വൽ ആണെന്നുള്ളത്. അപ്പൊ ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആയതുകൊണ്ട്
ഈ രണ്ട് ട്രയാങ്കിൾസ് എന്താന്ന് നമുക്ക് പറയാം? യെസ്, ആ രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലെ? ആ രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആണ് എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പൊ നമുക്ക് എഴുതാൻ പറ്റും ട്രയാങ്കിൾ എ ബി എം സിമിലർ ടു ട്രയാങ്കിൾ പി ക്യു എൻ എന്ന് എഴുതാൻ പറ്റും അല്ലെ? അപ്പൊ ഈ രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആയതുകൊണ്ട് ഇതിന്റെ കറസ്പോണ്ടിങ് സൈഡ്സിന്റെ റേഷ്യോയും സെയിം ആണ് അല്ലെ? നമുക്കറിയാം. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും AM by PN equal to AM by PN. AM by PN equal to AB by PQ equal to BM by QN എന്ന് നമുക്ക് എഴുതാൻ പറ്റും അല്ലെ? ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുക്കാം. നോക്കിയേ, ഇവിടെ AM by ഇതിന്റെ കറസ്പോണ്ടിങ് സൈഡ്സിന്റെ റേഷ്യോ ഈക്വൽ ആന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഇത് എഴുതാം AM by PN equal to AB by PQ ആണ് അല്ലെ? അപ്പം AM by PN equal to AB by PQ എന്ന് എഴുതാം. AM by PN equal to AB by PQ. This is equation number 3 എന്ന് ഞാൻ കൊടുത്തു. ഇത് ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുത്തു. ഇനി ഈ ഇക്വേഷൻ നമ്പർ 3 എന്ന് പറയുന്നത്, ഇക്വേഷൻ നമ്പർ 2 എന്ന് പറയുന്നത് ഇതാട്ടോ മക്കളെ, ഇത് നമ്മൾ ഈ എഴുതിയേക്കുന്ന ഇതാണ് ഇക്വേഷൻ നമ്പർ 2 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ AM by PN equal to AB by PQ ആണ് കിടക്കുന്നത് അല്ലെ? ഈ 2ഉം 3ഉം കൂടെ നമുക്ക് ഇക്വേഷൻ നമ്പർ 1ലേക്ക് ഒന്ന് നോക്കിക്കേ. ഇവിടെ AM by PNന്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാം? യെസ്, AB by PQ എന്ന് കൊടുക്കാം അല്ലെ? ഇവിടെ BC by QR into AM by PNന്റെ സ്ഥാനത്ത് വേണമെങ്കിൽ നമുക്ക് AB by PQ എന്ന് കൊടുക്കാം. ഓക്കെ, നോക്കിക്കേ, അവിടെ അങ്ങനെ കൊടുത്തു കഴിയുമ്പം നോക്കിക്കേ AB by PQ അല്ലെ? AM by PN എന്ന് പറഞ്ഞാൽ AB by PQ ആണ്. അപ്പൊ നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ AB by PQ എന്ന് പറഞ്ഞാൽ ആരാണ്? BC by QR നമുക്ക് എഴുതാം അല്ലെ? അപ്പം AB by PQ എന്ന് പറഞ്ഞാൽ BC by QR ആണ്. അപ്പൊ വേണമെങ്കിൽ നമുക്ക് AM by PN equal to AB by PQ എന്ന് കിട്ടി. ഈ AB by PQ ന് പകരം നമുക്ക് BC by QR എന്നും എഴുതാം. അപ്പം AM by PN എന്ന് പറഞ്ഞാല് നമുക്ക് എഴുതാൻ പറ്റും AM by PN equal to BC by QR എന്ന് എഴുതാം അല്ലെ? അപ്പൊ നമുക്ക് ഇതുകൊണ്ട് ഇക്വേഷൻ നമ്പർ 1ൽ കൊടുക്കാം. ഇക്വേഷൻ നമ്പർ 1ൽ നമുക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിക്കേ. ഇക്വേഷൻ നമ്പർ 1 എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC by ഏരിയ ഓഫ് ട്രയാങ്കിൾ PQR equal to BC by QR into AM by PN ആണ് അല്ലെ? ഈ AM by PN നമുക്ക് എന്ത് കൊടുക്കാം? BC by QR എന്ന് കൊടുക്കാം. അപ്പം BC by QR എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് എഴുതാൻ പറ്റും ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC by area of triangle PQR equal to BC by QR into BC by QR അല്ലെ? BC by QR into BC by QR എന്ന് പറഞ്ഞാല് BC by QR the whole square ആണ് അല്ലെ? BC by QR the whole square ആണ്. അപ്പൊ നമുക്കിപ്പോ കിട്ടി ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC by ഏരിയ ഓഫ് ട്രയാങ്കിൾ PQR equal to BC by QR the whole square എന്ന് കിട്ടി അല്ലെ? ഇതുപോലെ തന്നെ നമുക്ക് വീണ്ടും എഴുതാം. ഇത് നമ്മൾ മുഴുവൻ എഴുതി പോകണമെന്നില്ല. ഇനി നമുക്ക് AB by PQ AM by PN equal to AB by PQ ആണ്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് അടുത്തയാളെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലെ? അടുത്തയാളെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വീണ്ടും നമുക്ക് BC by QR the whole square കഴിഞ്ഞിട്ട് AB by PQ the whole QR the whole, അതായത് AM by PN എന്ന് പറഞ്ഞാൽ AB by PQ ആണ് അല്ലെ? AB by PQ ആണ്. BC by QR എന്ന് പറഞ്ഞാലും AB by PQ ആണ്. അപ്പൊ ഇവിടെ വീണ്ടും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് AB by PQ the whole square എന്ന് കിട്ടും. അതുപോലെ തന്നെ AC by PR നമ്മൾ വീണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും അന്നേരം. അതുകൊണ്ട് നമ്മൾ ഇനി ചെയ്തു പോകേണ്ട, ഒരെണ്ണം മാത്രം നമുക്ക് ചെയ്ത് കാണിച്ചാൽ മതി. ഓക്കെ, ബൈ യൂസിങ് 2 നമ്മൾ വീണ്ടും ഈ 2ൽ തന്നെ ഈ ഒരു മെത്തേഡ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് കിട്ടും ഏരിയ ഓഫ് ABC by area of PQR equal to AB by PQ the whole square equal to BC by QR the whole square equal to AC by PR the whole square നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ ഇത് മൊത്തം കണ്ടിന്യൂസ് ചെയ്യണ്ട, നിങ്ങൾ ഈ ഒരെണ്ണം ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി നമ്മൾ എക്സസൈസ് 6.4ലേക്കാണ് പോകുന്നത്. എക്സസൈസ് 6.4 നമ്മൾ ഏരിയ ഓഫ് സിമിലർ ട്രയാങ്കിൾസ് പഠിച്ചു. രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഏരിയയുടെ റേഷ്യോ എന്ന് പറയുന്നത് അതിന്റെ കറസ്പോണ്ടിങ് സൈഡ്സിന്റെ സ്ക്വയറിന്റെ റേഷ്യോയ്ക്ക് ഈക്വൽ ആണ് നമ്മൾ പഠിച്ചു അല്ലെ? അപ്പം ആ ഒരു തിയറം വെച്ചാണ് നമ്മൾ ഇനി ഉള്ള പ്രോബ്ലംസ് ചെയ്യുന്നത്. നോക്കിക്കേ, ഈ ലെറ്റ്
triangle ABC similar to triangle DEF. First question, triangle ABC യും triangle DEF ഉം similar ആണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. And their areas are 64 centimeter square and 121 centimeter square. അതായത് ട്രയാങ്കിൾ എ ബി സിയുടെ ഏരിയ എന്ന് പറയുന്നത് 64ഉം ട്രയാങ്കിൾ DEF എന്ന് പറയുന്നതിന്റെ ഏരിയ 121 സെന്റിമീറ്റർ സ്ക്വയറുമാണെന്ന് നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നോക്കിയേ, if EF equal to 15.4 സെന്റിമീറ്റർ, ട്രയാങ്കിൾ DEFല് EF എന്ന് പറയുന്ന സൈഡ് 15.4 സെന്റിമീറ്റർ എന്ന് തന്നിരിക്കുന്നു. We have to find BC. നമുക്ക് BC ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഈ രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആണെന്ന് നമുക്കറിയാം. അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതിന്റെ ഏരിയയുടെ റേഷ്യോ എന്ന് പറയുന്നത് ഇതിന്റെ കറസ്പോണ്ടിങ് സൈഡ്സിന്റെ സ്ക്വയർ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്കിവിടെ ട്രയാങ്കിൾ എ ബി സി സിമിലർ ടു ട്രയാങ്കിൾ DEF എന്ന് തന്നിരിക്കുന്നു അല്ലെ. ട്രയാങ്കിൾ എ ബി സിയും ട്രയാങ്കിൾ DEF-ഉം സിമിലർ ആണ്. അതോടൊപ്പം EF നമുക്ക് തന്നിട്ടുണ്ട് 15.4 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ പഠിച്ചിരിക്കുന്ന തിയറം വെച്ച് നമുക്കറിയാം ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി ബൈ ഏരിയ ഓഫ് ട്രയാങ്കിൾ DEF എന്ന് പറയുന്നത് ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി ബൈ ട്രയാങ്കിൾ DEF എന്ന് പറയുന്നത് ഇതിന്റെ കറസ്പോണ്ടിങ് സൈഡ്സിന്റെ റേഷ്യോയുടെ സ്ക്വയർ അല്ലെ. സ്ക്വയർ ഓഫ് ദി കറസ്പോണ്ടിങ് സൈഡ്സ് നമുക്കറിയാം, ദാറ്റ് ഈസ് AB by DE the whole square equal to BC by EF the whole square equal to AC by DF the whole square. ഇതാണ് ഈ രണ്ട് ട്രയാങ്കിളിന്റെ കറസ്പോണ്ടിങ് സൈഡ്സ് എന്ന് പറയുന്നത് അല്ലെ. അതിന്റെ സ്ക്വയറിന്റെ റേഷ്യോ എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം. ഇനി നമുക്ക് നോക്കാം, ഇവിടെ നമുക്ക് ട്രയാങ്കിൾ എ ബി സിയും ട്രയാങ്കിൾ DEF-ഉം തന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത്, നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് EF തന്നിട്ടുണ്ട്, പിന്നെ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് BC ആണ് അല്ലെ. ഈ രണ്ട് സൈഡ്സിന്റെ റേഷ്യോയും വരുന്നത് ഈ കിടക്കുന്ന ടേം ആണ്. നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ എടുത്താൽ മതി. അപ്പൊ നമുക്ക് എഴുതാൻ പറ്റും ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി ബൈ ഏരിയ ഓഫ് ട്രയാങ്കിൾ DEF ഈക്വൽ ടു BC by EF the whole square എന്ന് എഴുതാമല്ലോ. കാരണം നമുക്ക് വേണ്ടത് BC ആണ്, നമുക്ക് EF തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു റേഷ്യോ മാത്രം എടുത്താൽ മതി. ഓക്കെ, ക്ലിയർ. ഇനി നോക്കിക്കേ, ഇനി നമുക്ക് ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 64 by 121 ഈക്വൽ ടു BC സ്ക്വയർ നമ്മൾ കണ്ടുപിടിക്കണം. EF നമുക്കറിയാം എത്രയാണ് തന്നിരിക്കുന്നത്, 15.4 the whole square എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കാം. സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേഗം ആൻസറിലേക്ക് പോകാം. അതായത് സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ ഇവിടെ റൂട്ട് എടുക്കാൻ പറ്റും. 64നും 121നും റൂട്ട് ഉണ്ട്. ഇതിന്റെ റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് BC മാത്രമായിട്ട് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ടേക്കിംഗ് സ്ക്വയർ ഓൺ ബോത്ത് സൈഡ്, നമുക്ക് ഇതിന്റെ സ്ക്വയർ ഒന്ന് എടുക്കാം. നോക്കിക്കേ, അതുപോലെ ഇതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ നമുക്ക് 15.4 തന്നെയായിട്ട് വരും. സോ ടേക്കിംഗ് സ്ക്വയർ, നമ്മളിവിടെ സ്ക്വയർ എടുക്കുന്നു. ടേക്കിംഗ് സ്ക്വയർ റൂട്ട്, നമ്മളിവിടെ സ്ക്വയർ റൂട്ട് എടുക്കുകയാണ്. നോക്കിക്കേ, അപ്പം റൂട്ട് ഓഫ് 64 by 121 equal to root of BC square by 15.4 the whole square. ഇവിടെ നമുക്ക് റൂട്ട് എടുക്കുമ്പോൾ നമുക്കറിയാം 8 ആണ്, 121 റൂട്ട് 11 ആണ്. ഇവിടെ നമ്മൾ സ്ക്വയർ എടുക്കുമ്പോൾ BC by 15.4 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ മതി അല്ലെ. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പം 8 into 15.4 equal to 11 into BC എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു രീതിയിലേക്ക് പോകാം. നോക്കിക്കേ, ഇനി നമ്മൾ ആ ഒരു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് ചെയ്യാം. 15.4 into 8 equal to BC into 11 എന്ന് കിട്ടി അല്ലെ. ഇതിനകത്ത് നിന്ന് BC കണ്ടുപിടിക്കാൻ നമുക്കറിയാം 15.4 into 8 divided by 11 ആണ്. ഡിവൈഡഡ് ബൈ 11 എന്ന് കിട്ടുന്നു. ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക്
ഓക്കെ, നമ്മളിത് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 123.2 ഡിവൈഡഡ് ബൈ 11 എന്ന് കിട്ടും. അത് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 11.2 എന്ന് കിട്ടി. 11.2 സെന്റിമീറ്റർ എന്ന് കിട്ടി. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ബി സി അല്ലെ. അപ്പൊ ബി സി എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടി 11.2 സെന്റിമീറ്റർ. ഓക്കെ, അപ്പൊ നമ്മളിത് കണ്ടുപിടിച്ചത് നമ്മുടെ റേഷ്യോ, സിമിലർ ട്രയാങ്കിൾസിന്റെ റേഷ്യോ എന്ന് പറയുന്നത് സ്ക്വയർ ഓഫ് ദി കറസ്പോണ്ടിങ് സൈഡ്സ് എന്ന ഒരു തിയറത്തിന്റെ ബേസ് വെച്ചാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്തിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയാലും ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലെ. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് തന്നിരിക്കുന്നത് ഡയഗണൽസ് ഓഫ് ട്രപ്പീസിയം എ ബി സി ഡി. നമുക്കൊരു ട്രപ്പീസിയം ആണ് തന്നിരിക്കുന്നത്. നമുക്കറിയാം ട്രപ്പീസിയം എന്ന് പറഞ്ഞാൽ ഒരു വൺ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ. അതാണ് നമ്മുടെ ട്രപ്പീസിയത്തിന്റെ പ്രത്യേകത അല്ലെ. അപ്പൊ എ ബി സി ഡി എന്ന് പറയുന്ന ഒരു ട്രപ്പീസിയം തന്നിട്ടുണ്ട്. എ ബി പാരലൽ ടു സി ഡി, then diagonals intersect each other at O. ഇതിന്റെ ഡയഗണൽസ് ആണ് എ സിയും ബി ഡിയും. അത് O എന്ന് പറയുന്ന പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്തിരിക്കുന്നു. then AB equal to 2CD. AB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2CD ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. find the ratio of triangles AOB and COD. അതായത് AOB യുടെയും COD യുടെയും റേഷ്യോ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. AOB യുടെയും COD യുടെയും റേഷ്യോ ആണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാനായിട്ട് ഉള്ളത്. ഓക്കെ, നമുക്ക് ഇതിനകത്ത് തന്നിരിക്കുന്ന ABCD എന്ന് പറയുന്ന ഒരു ട്രപ്പേസിയം തന്നിരിക്കുന്നു. എബിയും സിഡിയും പാരലൽ ആണെന്ന് പറഞ്ഞിരിക്കുന്നു. ഇതിന്റെ ഡയഗണൽസ് O എന്ന് പറയുന്ന പോയിന്റിൽ മീറ്റ് ചെയ്തിരിക്കുന്നു. ഇത്രയാണ് നമ്മൾക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അത് എഴുതാം. ഗിവൺ ABCD ഇസ് എ ട്രപ്പീസിയം. നമുക്ക് തന്നിരിക്കുന്നതാണ് ABCD ഇസ് എ ട്രപ്പീസിയം. ABCD ഇസ് എ ട്രപ്പീസിയം. അവിടെ നമുക്ക് AB എന്ന് പറയുന്നത് CD-ക്ക് പാരലൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം AB ഈക്വൽ ടു 2CD ഇങ്ങനെ ഒരു കണ്ടീഷൻ നമുക്ക് അവിടെ തന്നിട്ടുണ്ട് അല്ലെ. AB ഈക്വൽ ടു 2CD നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏതൊക്കെ ട്രയാങ്കിൾസിന്റെ ഏരിയ റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ട്രയാങ്കിൾസ് AOB ആൻഡ് COD. AOB യുടെയും COD യുടെയും ഏരിയയുടെ റേഷ്യോ ആണ്. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദ ഏരിയാസ് ഓഫ്. ഏരിയാസ് കൊണ്ടുണ്ട്. ഓക്കെ, അതായത് ഈ രണ്ട് ട്രയാങ്കിൾസിന്റെ ഏരിയയുടെ റേഷ്യോ ആണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഉള്ളത്. ഓക്കെ, അപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്ന AOBയും COD എന്ന് പറയുന്ന രണ്ട് ട്രയാങ്കിൾസ് ആണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് കൺസിഡർ ചെയ്യാം ഈ AOBയും CODയും അല്ലെ. ഇതിന്റെ റേഷ്യോയാണ് ഏരിയയുടെ റേഷ്യോ ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമ്മൾ ആദ്യം ഇതൊരു സിമിലർ ആണോ നമുക്കൊന്ന് ചെക്ക് ചെയ്യണം അല്ലെ. സിമിലർ ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് റേഷ്യോ ഓഫ് ദെയർ ഏരിയാസ് ഈക്വൽ ടു സ്ക്വയർ ഓഫ് ദെയർ കറസ്പോണ്ടിങ് സൈഡ്സ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ഇത് സിമിലർ ആണോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പൊ അതിനായിട്ട് ഞാൻ എടുക്കുകയാണ്. കൺസിഡർ ട്രയാങ്കിൾ AOB ആൻഡ് COD. AOBയും COD എന്ന് പറയുന്ന രണ്ട് ട്രയാങ്കിൾ ഞാൻ എടുത്തു. ഓക്കെ, ഇവിടെ നോക്കിയേ, ഈ AOB ആംഗിൾ AOBയും ആംഗിൾ CODയും നിങ്ങൾ നോക്കിക്കേ. എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ ഈ AOBയും CODയും തമ്മില്? യെസ്, വെർട്ടിക്കൽ ആംഗിൾസ് ആണ് അല്ലെ. വെർട്ടിക്കൽ ആംഗിൾസ് ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് വെർട്ടിക്കൽ ആംഗിൾസ് ആർ ഈക്വൽ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എഴുതാം ആംഗിൾ AOB ഈക്വൽ ടു ആംഗിൾ COD. റീസൺ എന്താണ്? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നോക്കിയേ, ആംഗിൾ OABയും OCDയും നിങ്ങൾ നോക്കിക്കേ. അത് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. OABയും OCDയും നോക്കിക്കേ, അത് ഏത് ടൈപ്പ് ആംഗിൾസ് ആണ് നോക്കിക്കേ. യെസ്, ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആണ് അല്ലെ. ഇതും ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആണ്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആർ ഈക്വൽ. സോ വി ഹാവ് ടു റൈറ്റ് ആംഗിൾ OAB ഈക്വൽ ടു ആംഗിൾ OCD. രണ്ടുപേരും ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആണ് അല്ലെ. ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഈക്വൽ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഈ രണ്ട് ട്രയാങ്കിൾസിന്റെ രണ്ട് ആംഗിൾ ഈക്വൽ ആണെന്ന് കിട്ടിയതുകൊണ്ട് നമുക്ക് ഈ രണ്ട് ട്രയാങ്കിൾസ് എന്താന്ന് പറയാം?
എ സിമിലർ ആണെന്ന് പറയാം. ഏത് കണ്ടീഷൻ വെച്ചാണ്? എ സിമിലാരിറ്റി വെച്ച് നമുക്ക് ഈ രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആണെന്ന് എഴുതാൻ പറ്റും. Therefore, triangle AOB similar to triangle AOB similar to triangle COD by AA സിമിലാരിറ്റി റൂൾ വെച്ച്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും സിമിലർ ആണെന്ന് കിട്ടി. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആണെങ്കിൽ അവയുടെ കറസ്പോണ്ടിങ് സൈഡ്സിന്റെ റേഷ്യോ സെയിം ആണ് അല്ലെ. അപ്പൊ ഇതിന്റെ കറസ്പോണ്ടിങ് സൈഡ്സിന്റെ റേഷ്യോ എങ്ങനെയാണ്? സെയിം ആണ്. അപ്പൊ ഇതിന്റെ കറസ്പോണ്ടിങ് സൈഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാം AO by CO equal to OB by OD equal to AB by CD എന്ന് എഴുതാം. ഇതാണ് ഇതിന്റെ കറസ്പോണ്ടിങ് സൈഡ്സ്. ഇതിന്റെ റേഷ്യോ ഈക്വൽ ആണ് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നോക്കിക്കേ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട ഇതിന്റെ റേഷ്യോ ഓഫ് ദ ഏരിയാസ്. ഇതായത് ഈ രണ്ട് ട്രയാങ്കിൾസിന്റെ ഏരിയയുടെ റേഷ്യോ ആണ് നമുക്ക് വേണ്ടത് അല്ലെ. അതും നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മുടെ തിയറം അനുസരിച്ച്. ഏരിയ ഓഫ് ട്രയാങ്കിൾ AOB by ഏരിയ ഓഫ് ട്രയാങ്കിൾ COD ഈക്വൽ ടു AO by CO the whole square equal to OB by OD the whole square equal to AB by CD the whole square അല്ലെ. അതായത് ഇതിന്റെ സൈഡ്സിന്റെ സ്ക്വയറിന്റെ റേഷ്യോയ്ക്ക് സെയിം ആണ് നമ്മൾ തിയറം പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അറിയാവുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് വേണ്ടത്, നമുക്ക് ഇതിനകത്ത് തന്നിട്ടുണ്ട് AB equal to 2CD എന്ന് ഫസ്റ്റ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് മാത്രം എടുത്താൽ മതി. AB by CD മാത്രം നമുക്ക് എടുത്താൽ മതി. കാരണം AB equal to CD നമുക്ക് തന്നിരിക്കുന്നത് കൊണ്ട് ഏരിയ ഓഫ് ട്രയാങ്കിൾ AOB by ഏരിയ ഓഫ് ട്രയാങ്കിൾ COD ഈക്വൽ ടു AB by CD the whole square എന്ന് നമുക്ക് എഴുതാം അല്ലെ. AB by CD the whole square എന്ന് എഴുതാം. പിന്നെ നമുക്കറിയാം AB എന്ന് പറഞ്ഞാൽ 2CD ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് AB എന്ന് പറഞ്ഞാൽ 2CD എന്ന് നമ്മുടെ ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ABക്ക് പകരം 2CD the whole square by CD square എന്ന് എഴുതാം അല്ലെ. 2CD the whole square എന്ന് പറഞ്ഞാൽ 4CD square by CD square ആണ്. ഇവിടെ നമുക്ക് CDയും CDയും കട്ട് ചെയ്യാം അല്ലെ. അപ്പൊ നമുക്ക് കിട്ടിയേക്കുന്നത് 4/1 എന്നാണ് കിട്ടിയേക്കുന്നത് അല്ലെ. അപ്പം ഇതിന്റെ റേഷ്യോ ആണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ഏരിയ ഓഫ് ട്രയാങ്കിൾ AOB by ഏരിയ ഓഫ് ട്രയാങ്കിൾ COD ഈക്വൽ ടു 4/1 എന്ന് എഴുതി. അപ്പൊ നമുക്ക് അതിന്റെ റേഷ്യോ ആയിട്ട് എഴുതുവാണെങ്കിൽ എങ്ങനെ എഴുതാം? ഏരിയ ഓഫ് ട്രയാങ്കിൾ AOB ഈസ് ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ COD ഈക്വൽ ടു 4:1. ഇതാണ് ഇതിന്റെ റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പൊ ഇതാണ് നമ്മളോട് ചോദിച്ചത്. ഇതിന്റെ ഏരിയയുടെ റേഷ്യോ ആണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് ഏരിയയുടെ റേഷ്യോ കിട്ടി 4:1. ഇവിടെ നമ്മൾ AB by CD എടുക്കാൻ കാരണം നമുക്ക് തന്നിരിക്കുന്നത് ABയുടെയും CDയുടെയും ആണ് നമുക്ക് വാല്യൂസ് തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരെണ്ണം മാത്രമായിട്ട് നമ്മൾ ഇക്വേറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. In the figure, ABC and DBC are two triangles on the same base BC. അതായത് BC എന്ന് പറയുന്ന ബേസിൽ നിന്ന് വന്നിരിക്കുന്ന ട്രയാങ്കിൾസ് ആണ് ട്രയാങ്കിൾ ABCയും DBCയും. ട്രയാങ്കിൾ ABCയുടെയും DBCയുടെയും ബേസ് എന്ന് പറയുന്നത് സെയിം ആണ്. BC എന്ന് പറയുന്ന സെയിം ബേസ് ആണ് രണ്ട് ട്രയാങ്കിൾസിനും ഉള്ളത്. ഓക്കെ, then AD intersect BC at O. If AD എന്ന് പറയുന്നത് BCയെ ഇന്റർസെക്ട് ചെയ്യുന്നു, O എന്ന് പറയുന്ന പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്നു. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC ബൈ ഏരിയ ഓഫ് ട്രയാങ്കിൾ DBC ഈക്വൽ ടു AO ബൈ DO. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് ഉള്ളത്. അപ്പൊ നമുക്ക് വേണ്ടത് ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC ആൻഡ് ഏരിയ ഓഫ് ട്രയാങ്കിൾ DBC ഈക്വൽ ടു AO ബൈ DO. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഗിവൺ തന്നിരിക്കുന്നത് ട്രയാങ്കിൾ ABC ആൻഡ് DBC ആർ ടു ട്രയാങ്കിൾസ് ഓൺ ദ സെയിം ബേസ് BC. അതാണ് നമുക്ക് തന്നിരിക്കുന്നത്. പിന്നെ നമ്മൾക്ക് പ്രൂവ് ചെയ്യാനുള്ളത് AO ബൈ DO ആണ് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് ഉള്ളത്. ടു പ്രൂവ് ചെയ്യേണ്ടത് ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC ബൈ ഏരിയ ഓഫ് ട്രയാങ്കിൾ DBC ഈക്വൽ ടു
എയോ ബൈ ഡിഒ. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് ഉള്ളത്. ഓക്കെ, ഇതിനായിട്ട് നമുക്കൊരു അഡീഷണൽ ആയിട്ട് ഒരു കൺസ്ട്രക്ഷൻ നടത്തുന്നുണ്ട്. ഞാൻ ബി സി എന്ന് പറയുന്ന ലൈനിലേക്ക് എയിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുന്നു, എ എം എന്ന് പറയും. ഓക്കെ, എയിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു, എ എം എന്ന് പറഞ്ഞു. ഓക്കെ, അതുപോലെ ഡിയിൽ നിന്നും ഞാൻ ബി സിയിലേക്ക് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുകയാണ്, ഡി എൻ എന്ന് പറയുന്ന ഒരു ലൈൻ വരച്ചു. ഓക്കെ, ഞാനിവിടെ എ എം വരച്ചു പെർപെൻഡിക്കുലർ ടു ബി സി, ഡി എൻ വരച്ചു പെർപെൻഡിക്കുലർ ടു ബി സി. ഓക്കെ, എ എന്നും എ എമ്മും ഡി എന്നും ബി സിക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് വരച്ചു. അപ്പം എ എം പെർപെൻഡിക്കുലർ ടു ബി സി, ഡി എൻ പെർപെൻഡിക്കുലർ ടു ബി സി. ഓക്കെ, ഇത്രയും ഞാൻ അഡീഷണൽ ആയിട്ട് ഇവിടെ ഞാൻ ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ, ഇനി നോക്കിയേ, ഇനി എനിക്ക് ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി കണ്ടുപിടിക്കാം. ട്രയാങ്കിൾ എ ബി സിയുടെ ഏരിയ കണ്ടുപിടിക്കാൻ നമുക്കറിയാം ഹാഫ് ബി എച്ച് ആണ്. ഹാഫ് ഇൻറ്റു ബി സി ഇൻറ്റു എച്ച് എന്ന് പറഞ്ഞ ഇതാണ് ഹൈറ്റ് എ എം എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ ബി ഡി സി ഡി ആണെങ്കിൽ ബി സി ഹാഫ് ഇൻറ്റു ബി സി ഇൻറ്റു ഡി എം, ഇതാണ് നമ്മളുടെ ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് എഴുതാം, ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി ബൈ area of triangle DBC equal to half into BC into AM by half into BC into DN എന്ന് കിട്ടി. ഓക്കെ, ഇവിടെ നമുക്ക് ഹാഫും ഹാഫും ക്യാൻസൽ ആകും. അതുപോലെ ബി സിയും ബി സിയും ക്യാൻസൽ ആയി നമുക്ക് കിട്ടുന്നത് എ എം ബൈ ഡി എൻ എന്ന് കിട്ടി. അപ്പൊ നമുക്ക് ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി ബൈ ഏരിയ ഓഫ് ട്രയാങ്കിൾ ഡി ബി സി കിട്ടിയേക്കുന്നത് എ എം ബൈ ഡി എൻ എന്നാണ്. ശരിക്കും വേണ്ടത് എയോ ബൈ സിഒ ആണ്, നമുക്ക് ഡിഒ ആണ് നമുക്ക് വേണ്ടത് അല്ലെ. നമുക്കിപ്പോ കിട്ടിയേക്കുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു എ എം ബൈ ഡി എൻ ആണ്. ഇനി എയോയും സിഒയും ഒക്കെ വേണമെങ്കിൽ നമുക്ക് രണ്ട് ട്രയാങ്കിൾ നമ്മളിവിടെ കൺസിഡർ ചെയ്യണം. ട്രയാങ്കിൾ എഒ എമ്മും ഡിഒ എന്നും. ഇതിനകത്താണ് എഒയും ഡിഒയും ഒക്കെ വരുന്നത്. അപ്പൊ നമ്മൾ ഈ രണ്ട് ട്രയാങ്കിൾസ്, ഈ ചെറിയ രണ്ട് ട്രയാങ്കിൾസ് നമ്മൾ കൺസിഡർ ചെയ്യാണ്, എഒ എം ആൻഡ് ട്രയാങ്കിൾ ഡിഒ എം. കൺസിഡർ in triangle AOM and triangle DOM ഞാൻ എടുത്തു. നോക്കിക്കേ, അവിടെ നോക്കിക്കേ, അവിടെ AMOയും DMOയും നോക്കി, ഇത് രണ്ടും 90, നമ്മൾ പെർപെൻഡിക്കുലർ ആണ് വരച്ചിരിക്കുന്നത് അല്ലെ. പെർപെൻഡിക്കുലർ ആകുമ്പോൾ നമുക്കറിയാം ഇത് രണ്ടും 90 ഡിഗ്രി ആണ്. അപ്പം AMO എന്ന് പറഞ്ഞാലും DNO എന്ന് പറഞ്ഞാലും സെയിം ആണ്, രണ്ടുപേരും 90 ഡിഗ്രി ആണ്. അപ്പൊ നമുക്ക് എഴുതാം ആംഗിൾ AMO ഈക്വൽ ടു ആംഗിൾ DN ആണ്, ഇവിടെ DON ആണ് വരുന്നത് അല്ലെ. ആംഗിൾ DNO വരും, ദാറ്റ് ഈസ് അതിന്റെ റീസൺ രണ്ടുപേരും 90 ഡിഗ്രി ആണ്. ഓക്കെ, ഇനി ആംഗിൾ AOM, ഇതും നിങ്ങൾ നോക്കിയേ, ആംഗിൾ AOMഉം DONഉം വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ് അല്ലെ. അപ്പൊ അത് രണ്ടും ഈക്വൽ ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എഴുതാം ആംഗിൾ AOM ഈക്വൽ ടു ആംഗിൾ DON എന്ന് എഴുതാം. അപ്പൊ ആംഗിൾ AOM ഈക്വൽ ടു ആംഗിൾ DON എന്ന് എഴുതി, വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. ഓക്കെ, ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഈ രണ്ട് ട്രയാംഗിൾസ് സിമിലർ ആണ്. നമുക്ക് പറയാം എ സിമിലാരിറ്റി വരച്ച് നമുക്ക് ആ രണ്ട് ട്രയാംഗിൾസ് സിമിലർ ആണെന്ന് എഴുതാം. സോ ട്രയാംഗിൾ AOM സിമിലർ ടു ട്രയാംഗിൾ DON. കണ്ടീഷൻ ക്രൈറ്റീരിയ എ ക്രൈറ്റീരിയ ഉപയോഗിച്ച് നമുക്കത് സിമിലർ ആണെന്ന് എഴുതാം. അപ്പൊ ഈ രണ്ട് ട്രയാംഗിൾസ് സിമിലർ ആണെങ്കിൽ ഇതിന്റെ കറസ്പോണ്ടിങ് സൈഡ്സിന്റെ റേഷ്യോ ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് അതിന്റെ കറസ്പോണ്ടിങ് സൈഡ്സ് എഴുതാം. AO ബൈ DO ഈക്വൽ ടു OM ബൈ ON ഈക്വൽ ടു AM ബൈ DN എന്ന് എഴുതാം അല്ലെ. അതായത് ഇതിന്റെ കറസ്പോണ്ടിങ് AOയും DOയും OMഉം ONഉം AMഉം DNഉം ആണ് കറസ്പോണ്ടിങ് സൈഡ്സ് വരുന്നത്. അതിന്റെ റേഷ്യോ ഈക്വൽ ആണെന്ന് നമുക്ക് എഴുതി. ഓക്കെ, ഇനി നോക്കിയേ, ഇത് നമ്മൾ ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1ഉം 2ഉം നോക്കാം. നോക്കിക്കേ, ഇത് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 1ഉം 2ഉം നോക്കിയേ, ഇവിടെ AM ബൈ DN ആണ് അല്ലെ. ഇവിടെ AM ബൈ DN എന്ന് പറഞ്ഞാൽ AO ബൈ DO ആണ്, അതോടൊപ്പം OM ബൈ ON ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ AM ബൈ DN പകരം വേണമെങ്കിൽ AO ബൈ DO കൊടുക്കാം. ഇവര് മൂന്ന് പേരും ഈക്വൽ ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഈ AM ബൈ DN പകരം AO ബൈ DO എന്ന്
നമുക്ക് കൊടുക്കാൻ പറ്റും ബൈ യൂസിങ് 2. അപ്പൊ നമ്മൾ ഇക്വേഷൻ നമ്പർ 2 വെച്ച് നമ്മൾ എഴുതുകയാണ് ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി ബൈ ഏരിയ ഓഫ് ട്രയാങ്കിൾ ഡി ബി സി ഈക്വൽ ടു AO ബൈ DO. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ഹെൻസ് ദ തിയറം. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പം ഈ ഒരു കണ്ടീഷൻ, ഈ സെക്കൻഡ് ഇക്വേഷൻ വെച്ച് നമ്മൾ AM ബൈ DN എന്ന് പറഞ്ഞാൽ AO ബൈ DO എന്ന് എഴുതാം. സോ ദാറ്റ് ഈസ് ദ proof of this question. Okay, clear? Okay, fourth question നോക്കിയ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. If the areas of two similar triangles are equal, അതായത് രണ്ട് ട്രയാങ്കിൾസ് അത് സിമിലർ ആണ്, അതിന്റെ ഏരിയ സെയിം ആണെന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ രണ്ട് ട്രയാങ്കിൾസ് രണ്ടും സിമിലർ ട്രയാങ്കിൾസ് ആണ്, അതോടൊപ്പം അതിന്റെ ഏരിയയും ഈക്വൽ ആണ് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നു. പ്രൂവ് ദാറ്റ് ദേ ആർ കോൺഗ്രുവന്റ്. നമുക്ക് തെളിയിക്കേണ്ടത് ആ രണ്ട് ട്രയാങ്കിൾസ് കോൺഗ്രുവന്റ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പൊ നമുക്ക് അതിനായിട്ട് ഒന്നും തന്നിട്ടില്ല, രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആണ്, അതിന്റെ ഏരിയ ഈക്വൽ ആണെന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഞാൻ രണ്ട് ട്രയാങ്കിൾസ് വരയ്ക്കുകയാണ്. ട്രയാങ്കിൾ എ ബി സിയും ട്രയാങ്കിൾ ഡി ഇ എഫ് എന്ന് പറഞ്ഞ രണ്ട് ട്രയാങ്കിൾസ് ഞാൻ വരച്ചു. ഓക്കെ, ഈ രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആണ് എന്ന് നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അതോടൊപ്പം ഇതിന്റെ ഏരിയയും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ സിമിലർ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ഏരിയയുടെ റേഷ്യോയുടെ പ്രത്യേകത എന്താണെന്ന് നമ്മൾ പഠിച്ചേക്കുന്നത്? യെസ്, ദ സ്ക്വയർ ഓഫ് ദി റേഷ്യോ ഓഫ് ദി സ്ക്വയർ ഓഫ് ദി കറസ്പോണ്ടിങ് സൈഡ്സ് അല്ലെ. അതായത് ഈ രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആയതുകൊണ്ട് ഇതിന്റെ ഏരിയയുടെ റേഷ്യോ എന്ന് പറയുന്നത് ഇതിന്റെ കറസ്പോണ്ടിങ് സൈഡ്സിന്റെ സ്ക്വയറിന്റെ റേഷ്യോയ്ക്ക് ഈക്വൽ ആണ് എന്ന് നമ്മളൊരു തിയറം പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ അതനുസരിച്ച് നമുക്ക് എഴുതാം. ഇവിടെ ട്രയാങ്കിൾ എ ബി സി സിമിലർ ടു ട്രയാങ്കിൾ ഡി ഇ എഫ് ആണെന്ന് നമുക്കറിയാം അല്ലെ. അപ്പൊ ഇതിന്റെ ഏരിയയുടെ റേഷ്യോയുടെ പ്രത്യേകത നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി ബൈ ഏരിയ ഓഫ് ട്രയാങ്കിൾ ഡി ഇ എഫ് എന്ന് പറയുന്നത് ഇതിന്റെ കറസ്പോണ്ടിങ് സൈഡ്സിന്റെ സ്ക്വയറിന്റെ റേഷ്യോയ്ക്ക് ഈക്വൽ ആണ്. അപ്പൊ ഇതിന്റെ കറസ്പോണ്ടിങ് സൈഡ്സ് ഞാൻ എഴുതുകയാണ്. AB by DE the whole square equal to BC by EF the whole square equal to AC by DF the whole square എന്ന് എഴുതാം. That is, I put that equation number 1. Okay, കാരണം ഈ രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആയതുകൊണ്ട് അതിന്റെ ഏരിയയുടെ റേഷ്യോ എന്ന് പറയുന്നത് അതിന്റെ കറസ്പോണ്ടിങ് സൈഡ്സിന്റെ സ്ക്വയറിന്റെ റേഷ്യോയ്ക്ക് സെയിം ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത് ഇവര് പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ ഏരിയാസ് ഓഫ് ടു സിമിലർ ട്രയാങ്കിൾസ് ആർ ഈക്വൽ. ഇതിന്റെ രണ്ടിന്റെയും ഏരിയ സെയിം ആണ്. അതായത് ട്രയാങ്കിൾ എ ബി സിയുടെ ഏരിയ എന്താണോ അത് തന്നെയാണ് ട്രയാങ്കിൾ ഡി ഇ എഫും. അപ്പൊ എനിക്ക് വേണമെങ്കിൽ എഴുതാം ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ ഡി ഇ എഫ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. കാരണം ഇവരുടെ രണ്ടുപേരുടെയും ഏരിയ സെയിം ആണ്. ഇത് 100 ആണെങ്കിൽ ഇതും 100 ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇത് നമുക്ക് ലെഫ്റ്റിലേക്ക് ഏരിയ ഓഫ് ഡി എഫ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റും ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി ബൈ ഏരിയ ഓഫ് ട്രയാങ്കിൾ ഡി ഇ എഫ് എന്ന് പറഞ്ഞാല് 1 എന്ന് എഴുതാം. കാരണം ഇതിനെ നമ്മൾ ലെഫ്റ്റിലേക്ക് കൊണ്ടുപോകുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് ഐ പുട്ട് ദാറ്റ് ഇക്വേഷൻ നമ്പർ 2. അതിന് ഞാൻ ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. ഓക്കെ, ഇനി ഞാൻ ഇക്വേഷൻ നമ്പർ 2വിനെ 1ൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. ഇക്വേഷൻ നമ്പർ 2 എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി ബൈ ഏരിയ ഓഫ് ട്രയാങ്കിൾ ഡി എഫ് ഈക്വൽ ടു 1 എന്നാണ് കൊടുത്തേക്കുന്നത് അല്ലെ. അപ്പൊ എനിക്ക് ഈ ഒരു പോർഷൻ ഈക്വൽ ടു 1 എന്ന് കൊടുക്കാം അല്ലെ. എ ബി ബൈ ഡി ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ബി സി ബൈ ഇ എഫ് ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സി ബൈ ഡി എഫ് ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 1 ആണ്. ഇതിന്റെ എല്ലാം ആൻസർ 1 എന്ന് എനിക്ക് എഴുതാൻ പറ്റും. എഴുതാമല്ലോ. ഓക്കെ, അപ്പൊ ഞാൻ എഴുതുകയാണ് ഇക്വേഷൻ നമ്പർ 2 ഇൻ 1ൽ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോ എനിക്ക് എഴുതാം ഇവിടെ എ ബി ബൈ ഡി ഇ the whole square equal to BC by EF the whole square equal to AC by DF the whole square equal to 1 ആണ്. കാരണം ഇത് എനിക്ക് ഈ രണ്ട് ട്രയാങ്കിളിന്റെ ഏരിയയുടെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 1 കിട്ടി. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്ന് കൊടുത്തു. ഓക്കെ, ഇനി ഞാൻ ഓരോന്നും ഇക്വേറ്റ് ചെയ്യാൻ പോവാണ്. അതായത് എ ബി ബൈ ഡി ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് എഴുതാമല്ലോ എനിക്ക്. അപ്പൊ ഞാൻ എഴുതുകയാണ് എ ബി ബൈ ഡി ഇ the whole square equal to 1 എന്ന് എഴുതി. അതായത്
AB² = 1 ആണ്. ഞാൻ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ എനിക്ക് എഴുതാം AB² = DE² എന്ന് എഴുതാം അല്ലെ. AB² = DE² ആയതുകൊണ്ട് എനിക്ക് എഴുതാം AB-യും DE-യും ഈക്വൽ ആണ്. ഇതിന്റെ സ്ക്വയർ സെയിം ആണെങ്കിൽ അതും സെയിം തന്നെ ആയിരിക്കും അല്ലെ. അപ്പം 2² = 3² എന്ന് പറഞ്ഞാൽ 2 = 3 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. എന്ന് പറയുന്ന പോലെ AB² = DE² ആണെങ്കിൽ AB = DE ആണ്. അതുപോലെ തന്നെ ഞാൻ അടുത്ത് എടുക്കുകയാണ് BC² / EF² = 1 എന്ന് എടുത്തു. BC² / EF² = 1. അതിൽ നിന്ന് എനിക്ക് എഴുതാം BC² = EF² ആണ്. ഇത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ that implies BC = EF എന്ന് എനിക്ക് എഴുതാമല്ലോ. അതുപോലെ AC² / DF² = 1 ആണ്. that implies AC² = DF². that implies AC = DF എന്ന് എനിക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ എനിക്ക് കിട്ടി AB = DE, BC = EF, AC = DF എന്ന് കിട്ടി. ഓക്കെ, നോക്കിയേ, ഇതിപ്പം ഈ രണ്ട് ട്രയാങ്കിൾസ് നോക്കിയാൽ ഈ രണ്ട് ട്രയാങ്കിൾസിൽ AB = DE ആണ്. അതുപോലെ ഈ BC = EF ആണ്. അതുപോലെ AC = DF ആണ്. അപ്പൊ ഈ രണ്ട് ട്രയാങ്കിൾസിലെ 3 സൈഡും ഈക്വൽ ആണെന്ന് കിട്ടി അല്ലെ. ABC-യിലെ 3 സൈഡ്സും DEF-ലെ 3 സൈഡ്സും സെയിം ആണെന്ന് നമുക്ക് കിട്ടി അല്ലെ. അപ്പൊ നമ്മൾ ഏത് കോൺഗ്രുവൻസ് റൂൾ അനുസരിച്ച് ഇത് കോൺഗ്രുവന്റ് ആണ് നമുക്ക് എഴുതാൻ പറ്റും? SSS കോൺഗ്രുവൻസ് റൂൾ അല്ലെ. സൈഡ് ഒരു ട്രയാങ്കിളിലെ 3 സൈഡ്സ് മറ്റൊരു ട്രയാങ്കിളിന്റെ 3 സൈഡ്സിന് ഈക്വൽ ആണെങ്കിൽ ആ രണ്ട് ട്രയാങ്കിൾസ് കോൺഗ്രുവന്റ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. therefore triangle ABC congruent to triangle DEF by SSS congruence rule. Okay, hence the theorem. ക്ലിയർ ആയാലും ഈ ഒരു ക്വസ്റ്റ്യൻ. അപ്പം സിമിലർ ആണെന്ന് തന്നു, ഏരിയ ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം വെച്ച് നമ്മൾ ഈ രണ്ട് ട്രയാങ്കിൾസ് കോൺഗ്രുവന്റ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഓക്കെ, ക്ലിയർ. ഓക്കെ, അപ്പൊ ഇത്രയും പ്രോബ്ലംസ് നന്നായിട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, താങ്ക് യു.